10 കോടിയോളം രൂപ മുതൽ മുടക്കിയിട്ടും പണി പൂർത്തിയാവാത്ത DPR പ്രകാരം നിർമ്മിക്കാൻ കഴിയാത്ത മാർക്കറ്റ് കെട്ടിടം മലപ്പുറം നഗരത്തിന്റെ തെറ്റായ ആസൂത്രണ മാതൃകയുടെ അടയാളമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി തുടങ്ങിവെച്ച ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ നിലവിലുള്ളവർക്ക് ആലോചന പോലുമില്ല. ഇതെല്ലാം മുൻനിർത്തി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇടതുപക്ഷം. മലപ്പുറം നഗരത്തിലെ പണി തീരാത്ത വികസന മാതൃകകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുതിയ മാർക്കറ്റ് കെട്ടിടം. 2020 നിർമ്മാണം തുടങ്ങിയതാണ് ഇവിടെ. 2025 കഴിഞ്ഞ ഭരണസമിതി അവരുടെ കാലം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ഉദ്ഘാടനവും കഴിച്ചു. അന്നാണ് ഈ കോണിയും പാലമൊക്കെ വയ്ക്കുന്നത്. പക്ഷെ അതിനപ്പുറം 5 വർഷമായിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട DPR പൂർണ്ണമായിട്ടും അംഗീകരിച്ചല്ല ഈ ഒരു മാർക്കറ്റിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷമായ ഇടതുപക്ഷം ആരോപിക്കുന്നത്. കാരണം ഇതിൽ അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ഇതിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ചല്ല ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയും അടുത്തുള്ള കെട്ടിടങ്ങളുടെ സാഹചര്യമൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു പ്രദേശം ഇവിടെ ഈ മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ DPR തയ്യാറാക്കിയത്. ഈ DPR അനുസരിച്ച് ഈ മാർക്കറ്റ് പൂർത്തീകരിക്കണമെങ്കിൽ അടുത്ത കെട്ടിടം കൂടി പൊളിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ ഒരു തരത്തിലും ആസൂത്രണമില്ലാതെയാണ് ഈ ഒരു കെട്ടിട നിർമ്മാണമെന്നാണ് ഒന്നാമതായിട്ട് ഉയരുന്ന ആരോപണം. അതിൻ്റെ തുടക്കം മുതൽ തന്നെ പാളിപ്പോയ ഒന്നാണത്. കാരണം ഈ കെട്ടിടം ഇത് 2015-20 കാലഘട്ടത്തിലാണ് ഇതിനാവശ്യമായ DPRും അതേപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കും. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കുകയായിരുന്നു ഈ DPR തയ്യാറാക്കാൻ. ഇത് തയ്യാറാക്കി അതിന് ഏകദേശം 10-15 ലക്ഷത്തോളം രൂപ ഇവർക്ക് ഇതിൻ്റെ ഫീ ആയിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു DPR തയ്യാറാക്കിയവർക്ക്. എന്നാൽ പിന്നീട് ഇത് 2020 ശേഷമാണ് പുതിയ ഇതല്ലത് തൊട്ട് മുമ്പത്തെ കൗൺസിലിൻ്റെ കാലത്താണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് അറിയുന്നത് ആ DPR പ്രകാരം ആ പ്ലാൻ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള കെട്ടിടം ആ സ്ഥലത്ത് കൊള്ളില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇഷ്ടംമാതിരി എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഒക്കെ ഉള്ള സംവിധാനം, ഒരാൾ പോലും അത് ഏതാണെന്ന് പരിശോധിക്കാത്തതിൻ്റെ ഒക്കെ ഭാഗമായിക്കൊണ്ടാണ് അവസാനം ആ ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. അവരോട് പറഞ്ഞു ഈ കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എല്ലാവർക്കും റൂം തരാം. പക്ഷെ ഫലത്തിൽ എന്താ വെച്ചാൽ അതിനാർക്കും റൂം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആ കെട്ടിടത്തിൻ്റെ പാതി ഭാഗം ഒഴിവാക്കി നമ്മളെ ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു സമീപനം അന്ന് ചെയ്തത്. അവസാനം ഉള്ള സ്ഥലത്ത് ഉള്ള രൂപത്തിലേക്ക് ഒന്നുണ്ടാക്കിയെടുത്തു. പ്ലാൻ അനുസരിച്ചല്ല, പ്ലാനിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി കൊണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ആ കെട്ടിടം ഉണ്ടാക്കിയത്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ കനത്ത വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. നിറയെ ഈ താഴെ ഭാഗം മുഴുവൻ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം. മുൻപ് ഇവിടെ വലിയ ഡ്രെയിനേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡ്രെയിനേജുകൾക്കൊന്നും സ്ഥലം കണ്ടെത്താതെയാണ് ഈ ഒരു കെട്ടിടം പണിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉയരുന്ന രണ്ടാമത്തെ ആക്ഷേപം. അപ്പോൾ ഡ്രെയിനേജ് ഒഴുകിപ്പോകേണ്ട വെള്ളം മുഴുവൻ ഇവിടെയെല്ലാം കെട്ടിക്കിടക്കുന്നതും ഒരു പ്രധാന പ്രശ്നമായിട്ടാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. അതിൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മാർക്കറ്റിനകത്തു കൂടെ വലിയ രൂപത്തിലേക്കുള്ള 3-4 ഡ്രൈനേജ് വലിയ വരമ്പയ്ക്ക് പോകുന്ന സ്ഥലമാണത്. ആ ഡ്രൈനേജുകൾ മുഴുവൻ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് അവിടെ ആ കെട്ടിടം ഉണ്ടാക്കിയത്. എന്നാൽ ആ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഈ രൂപത്തിലേക്ക് ഡ്രൈനേജ് സംവിധാനം അല്ല അണ്ടർഗ്രൗണ്ട് സംവിധാനം ഒന്നും ചെയ്യാതെ വാരി വലിച്ച് ആ കെട്ടിടം ഉണ്ടാക്കി. ഇപ്പോൾ അതിനകത്ത് ഒരാളെ ഉയരത്തിൽ വെള്ളം നിൽക്കുകയാണ്. ഒരു കാരണവശാലും ആ വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവാകുന്ന സാഹചര്യം ഇല്ല. അത് ഇനി എന്തെങ്കിലും പ്രത്യേക രൂപത്തിലേക്ക് ഒരു സംവിധാനം കണ്ടെത്തി ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അത് ആ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയൂ. വെള്ളക്കെട്ട് മൂലം അവിടെ തൊട്ടടുത്തുള്ള കടക്കാർക്ക് അവിടെ കച്ചവടം നടത്തുന്നതിനോ അവിടെ കാൽനട യാത്രക്കാർക്ക് പോകുന്നതിനോ ഒന്നും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അതിലെ വലിയ ഡ്രെയിനേജുകൾ കടന്നു പോകുന്ന അത് ഒരു ധാരണയും ഇല്ലാതെ അതൊക്കെ പൊളിച്ചു നീക്കി അവിടെ കൊള്ളാത്ത ആ സ്ഥലത്തിന് യോജ്യമല്ലാത്ത രീതിയിലൊരു പ്ലാന് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അവിടെ
ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി തയ്യാറായിട്ടില്ല. പൂർണ്ണമാക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കിയെന്നല്ലാതെ ഇപ്പോൾ അതിന് ശേഷം വന്നുള്ള ഭരണസമിതിയും അതിനെ പറ്റി വേറെ രീതിയിലൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല, ഒന്നും പറയുന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്താണെങ്കിലും മുൻ ഭരണസമിതി തിടുക്കപ്പെട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചതാണ് ഈ കെട്ടിടം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാൻ കാരണമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധത്തിനാണ് അവർ ഒരുങ്ങുന്നത്. അതേസമയം ഇവിടുത്തെ കച്ചവടക്കാർക്ക് വലിയ നിരാശയാണ് ഇക്കാര്യത്തിലുള്ളത്. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് അവർ നിന്നിരുന്ന ഈ സ്ഥലം ഒഴിവാക്കി ഈ ഒരു കെട്ടിടത്തിനായിട്ട് സ്ഥലം ഏറ്റെടുത്തപ്പോൾ അവർ മാറി നിന്നത്. പുതിയ കെട്ടിടത്തിൽ അവർക്ക് സ്ഥലം കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷെ 5 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്നതിൻ്റെ സങ്കടമാണ് പലരും പങ്കുവെക്കുന്നത്. അതല്ല, അതിൻ്റെ മേലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതാണുള്ളത്. ഉണ്ട്, ഒന്നും ആയിട്ടില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിലേക്ക്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ലൊരു സമുച്ചയം കോട്ടപ്പടി ടൗൺ ഭാഗത്ത് ഉണ്ടാകുന്നുള്ള ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ ഭാഗം അവതാളത്തേക്ക് എടുക്കുകയാണ്. മലപ്പുറം നഗരസഭ ഇതിൽ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ്. ഇനിയും ഫണ്ട് ലഭിക്കേണ്ടതുണ്ട് ഇതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഒട്ടേറെ ഇതൊരു പകുതി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഡ്രൈനേജ് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഫണ്ട് ലഭിച്ചാലേ പൂർത്തീകരിക്കാനാകൂ. മാത്രമല്ല അവിടെ DPRലെ പിഴവിനെ കുറിച്ചൊന്നും അവരാരും സംസാരിക്കാനും തയ്യാറാകുന്നില്ല. എന്നാണെങ്കിലും 9 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഒരു കെട്ടിടം ഇത് ഇപ്പോഴും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. മാത്രമല്ല മലപ്പുറം നഗരത്തിൽ ഏറെ സ്ഥലപരിമിതിയുണ്ട്. അവിടെ ഈ മാർക്കറ്റൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം എത്രമാത്രം തിങ്ങി നിറഞ്ഞാണ് ഇവിടെ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു മാർക്കറ്റ് കെട്ടിടം. പക്ഷേ അത് ഇപ്പോഴും എവിടെയും എത്താതെ കോട്ടയത്തെ ആകാശ പാലം പോലെ എവിടെയും എത്താതെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിനാണ് ഇടതുപക്ഷം ഒരുങ്ങുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതിയാകട്ടെ ഇക്കാര്യത്തിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകുന്നുമില്ല. CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.